എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നിവിടെ പറയാനുള്ളത് ഒരു ഔഷധ ചെടിയെക്കുറിച്ചാണ്. ശംഖുപുഷ്പം. ശംഖുപുഷ്പം നമുക്കറിയാം, പൂജാ കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം. വെള്ള ശംഖുപുഷ്പം നമ്മൾ സൂര്യഭഗവാന്, ആദിത്യ ഭഗവാന്റെ പൂജയിൽ വളരെ വിശേഷമായിട്ട് കരുതുന്നുണ്ട്. നീലയാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനും മറ്റ് ദേവന്മാർക്കും പുഷ്പാഞ്ജലിക്കും മാല കെട്ടി ചാർത്തുന്നതൊക്കെ വളരെ വിശേഷമായിട്ട് കരുതപ്പെടുന്നു. അതോടൊപ്പം തന്നെ ശംഖുപുഷ്പത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിൻ സെല്ലിൻ്റെ ഡെവലപ്മെൻറ്റിന്, ഓർമ്മശക്തി കൂട്ടാൻ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം. ഫാബേസിയെ എന്ന് പറയുന്ന സസ്യകുടുംബത്തിൽപ്പെടുന്ന ഈ ശംഖുപുഷ്പം പലതരത്തിലുള്ള ഔഷധ കൂട്ടുകൾക്ക് പഴയകാലം മുതലേ ഉപയോഗിച്ചു വരുന്നു. പാരമ്പര്യ വൈദ്യന്മാരും അല്ലെങ്കിൽ ഇന്നത്തെ പുതിയ രീതിയിലുള്ള ആയുർവേദ മെഡിസിനുകളിലും ശംഖുപുഷ്പം പലതരത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ വിഷഹാരിയായിട്ട് കൂടെ ശംഖുപുഷ്പം ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, മൂർഖൻ പാമ്പിൻ്റെ വിഷം ഹരിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളുള്ളതാണ് ഈ ശംഖുപുഷ്പം. രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോൾ ഇല്ലാതാക്കാനും എല്ലാം തന്നെ ശംഖുപുഷ്പം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈയിടെയായി പല ആൾക്കാരും ഉപയോഗിച്ചു വരുന്ന ബ്ലൂ ടീ, അതായത് ശംഖുപുഷ്പം ചേർത്തിട്ടുള്ള ചായ വളരെ വിശേഷമായിട്ട് കരുതുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം. അപ്പോൾ എല്ലാവരും വീടുകളിൽ ഇതുപോലുള്ള ശംഖുപുഷ്പമൊക്കെ സംരക്ഷിച്ച് നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് ബയോളജിക്കൽ കൺസർവേഷൻ്റെ ഭാഗമായിട്ട്, അല്ലെ ഡൈവേഴ്സിറ്റിയുടെ നമ്മളെ അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ട് ഇതുപോലുള്ള ചെടികൾ നിലനിർത്തുമ്പം. അതോടൊപ്പം തന്നെ ഔഷധ കൂട്ടുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മളുടെ പൂജാവിധിക്കും ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പം എല്ലാ തരത്തിലും ഉപയോഗിക്കാവുന്ന ഇതുപോലുള്ള ചെടികൾ എല്ലാവരും വീടുകളിൽ നിലനിർത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.